ചെമ്പിൻ്റെ മുത്ത്, മലയാളത്തിൻ്റെ സ്വത്ത്. എന്ത് സത്യമായിരിക്കുന്നു, എന്ത് നേരായി മാറിയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ചെമ്പിൽ ഒരു അനുഗ്രഹീത കുടുംബത്തിൽ ദൈവം പടച്ചോൻ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ഒരു സുന്ദരക്കുട്ടൻ ജന്മമെടുക്കുന്നു. വളർന്ന് ചെമ്പിൽ തന്നെ പഠിച്ച് മിടുക്കനായി വരുന്നു. ലോ കോളേജ് എറണാകുളത്ത് പഠിക്കുന്നു. ലോ എടുത്ത് പാസ്സാവുന്നു. മലയാള സിനിമാ രംഗത്തേക്ക് കാല് വയ്ക്കുന്നു. അവിടെ മുതൽ പിന്നീടെല്ലാം ഹിസ്റ്ററിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു നഗ്ന സത്യമാണ്. ഇത് പടച്ചോൻ്റെ അനുഗ്രഹമാണ്. പടച്ചോൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഞാനതിനെ ആ ചെമ്പിൽ ജന്മം കൊടുത്ത, ഞാൻ ഏറ്റവും ഹൃദയത്തിൽ ധ്യാനിക്കുകയും ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ സുന്ദരക്കുട്ടനാണ്. നല്ല ചുമന്ന നിറമെന്ന് പറഞ്ഞാൽ മുഖത്തൊക്കെ ഇങ്ങനെ വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ ചുവന്ന് തുടിക്കും. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് എറണാകുളത്തെ എയർപോർട്ടിൽ വെച്ചാണ്. അന്ന് ഞാനും വളരെ ബിസിയായിട്ട് തമിഴ്, തെലുങ്ക്, മലയാളം ചെയ്യുന്ന കാലയളവിൽ ഞാൻ ഏതോ പടം കഴിഞ്ഞിട്ട് എളുപ്പം മദ്രാസ് ഫ്ലൈറ്റ് പിടിക്കാൻ എയർപോർട്ടിൽ ഓടിപ്പോകുമ്പോൾ ആരോഗ്യമുള്ള ചുവപ്പ് നിറമുള്ള വെളുത്ത വസ്ത്രം ധരിച്ചിരുന്ന ഒരു സഹോദരൻ രണ്ട് കൈയും നീട്ടി എന്നെ വന്ന് നിർത്തുന്നു. എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ക്യാപ്റ്റൻ രാജു അല്ലേ എന്ന് ചോദിക്കുന്നു. അതേ എന്ന് ഞാൻ പറയുന്നു. എന്നെ ഇസ്ലാം മതപ്രകാരമുള്ള ആ ആശ്ലേഷം 3 പ്രാവശ്യം ഉമ്മ തന്നിട്ട് ഞാൻ മമ്മൂട്ടിയുടെ വാപ്പയാണെന്ന് പറഞ്ഞപ്പോൾ ദൈവസത്യം, എൻ്റെ മനസ്സ്, എൻ്റെ പിതാവേ, എൻ്റെ സർവേശ്വര, ഇങ്ങനെ ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണോ? അദ്ദേഹത്തിൻ്റെ മകൻ സൂപ്പർ സ്റ്റാർ ലെവലിൽ വളർന്ന് എവിടെയോ എത്തിയിരിക്കുന്ന കാലം അത്. ക്യാപ്റ്റൻ രാജു ആരാ? അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മമ്മൂട്ടി എന്ന മകനും ക്യാപ്റ്റൻ രാജു എന്ന ഒപ്പം അഭിനയിക്കുന്ന ഈ മകനും തുല്യരായിട്ട് കണ്ടതുകൊണ്ടാണ് ആ വലിയ മനസ്സ് വന്ന് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട് ഇടത്ത് വശത്തെ കൈ ചൂണ്ടി പറഞ്ഞു, ക്യാപ്റ്റൻ, ഇതായിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഉമ്മയാണ്. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ചിരി എനിക്ക് തന്നു. ദൂരെ കസേറയിൽ ഇരിക്കുകയാണ്. ചെറിയ ഒത്ത വണ്ണമുണ്ട് ഉമ്മായിക്ക്. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് ഓടിച്ചെന്ന് ഞാൻ നമസ്കാരം പറഞ്ഞു. ഉമ്മ എന്നെ അനുഗ്രഹിച്ച് ഇവിടെ പോവുകയാണ്. ഞാൻ മലയാള പടത്തിന് വേറൊരു പടം ചെയ്യാൻ വേണ്ടി ചെന്നൈയിലേക്ക് പോവുകയാണ്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതെ, മോൻ്റെ വീട്ടിലേക്ക് പോകുന്ന മാതാപിതാക്കളെ കാണാൻ അന്ന് എനിക്ക് സൗഭാഗ്യം കിട്ടി. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ്, എൻ്റെ പൊന്നു പിതാവ്, എൻ്റെ ഈശ്വര, എൻ്റെ പടച്ചോനെ, നിൻ്റെ ഹിതം നല്ല മാതാപിതാക്കളിൽ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള നിൻ്റെ തീരുമാനമാണ് ഈ വലിയ മുത്തിനെ ചെമ്പിന് കൊടുക്കാനുള്ള കാരണം. മറ്റൊന്നുമല്ല. ആർക്കും അതിൽ അവകാശപ്പെടാൻ ഒന്നുമില്ല. ആ കുടുംബം അല്ലെങ്കിൽ പൂർവീകർ ചെയ്ത, മമ്മൂട്ടിയുടെ കുടുംബത്തിലെ പൂർവീകർ ചെയ്ത ഉമ്മയുടെ കുടുംബം ആയിക്കോട്ടെ, ഇക്കായുടെ കുടുംബം ആയിക്കോട്ടെ, അവരുടെ നന്മ ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ട് കൊടുത്ത ഒരു സമ്പത്താണ് ഈ ഓമന മുത്ത്. ആ മുത്ത് ഇന്ന് ലോകപ്രസിദ്ധനായിട്ട് മാറി. എന്തിന്? ഇന്നും അടുത്തുപോലും ആർക്കും എത്താനൊക്കാത്ത വിധത്തിൽ കഴിവുകൊണ്ടും മികവ് കൊണ്ടും ആകാര സൗന്ദര്യം കൊണ്ടും ശബ്ദം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ നടൻ സൂക്ഷ്മമായിട്ടും മലയാള മണ്ണിൻ്റെ സമ്പത്താണ്, സ്വത്താണ്. ആ കൊച്ചുമുത്ത് ഇന്ന് ലോകമെങ്ങും എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർക്കെല്ലാം അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വാധീനം ചെലുത്തിയ ഏക നടനും മമ്മൂട്ടിയാണിപ്പോൾ. മറ്റാരുമില്ലെന്നതിനർത്ഥമില്ല. എങ്കിൽ പോലും ആ അളവിൽ, ആ ആകാര സൗന്ദര്യത്തിൽ, ആ ശബ്ദം കൊണ്ടും ആ അഭിനയ ശൈലി കൊണ്ടും മലയാളികളെ പിടിച്ചടക്കിയ അതുല്യ നടന്മാരിൽ തലപ്പത്തിൽ ഒന്ന് സൂക്ഷ്മമായിട്ടും മമ്മൂട്ടി തന്നെയാണ്. ഇനിയും എൻ്റെ കൊച്ചനുഭവങ്ങൾ ഈ സഹോദരനുമായിട്ട്. അദ്ദേഹം ഒരു പടത്തിൽ മാത്രമേ നെഗറ്റീവ് റോൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ് തോന്നുന്നു. അതിൽ സുകുമാരനാണ് ഹീറോ. അതിനകത്ത് മാത്രമേ പൊടി നെഗറ്റീവിൻ്റെ അംശമുള്ള വേഷം മമ്മൂട്ടി ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമാറ്റിക് കാരിയർ ഒരു ഹിസ്റ്ററിയാണ്. അവിടെ മുതൽ അദ്ദേഹം ഹീറോ ആണ്. മറ്റ് നടന്മാർ പലരും കുറച്ച് വർഷമെങ്കിലും വില്ലൻ വേഷം ചെയ്തിട്ടാണ് ഹീറോ ട്രാക്കിലേക്ക് കയറിയിരിക്കുന്നത്. ഇതങ്ങനെയല്ല. ആദ്യത്തെ ഒരു പടം, പിന്നീട് അങ്ങോട്ട് ചെയ്ത കഥാപാത്രങ്ങൾ മൊത്തം, പ്രത്യേകിച്ച് കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും സന്തോഷിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇന്നലെ ഒരു കല്യാണത്തിന് ആശംസ പറയാൻ ചെന്നപ്പോഴും നമ്മളുടെ റിമി ടോമി പാടിയൊരു പാട്ട്, നമ്മളുടെ പ്രിയദർശൻ്റെ ഒരു പടത്തിൽ മമ്മൂട്ടി തന്നെ അഭിനയിച്ച് പാടുന്ന പാട്ടാണ്. പൂമുഖ വാതിലിൽ നോക്കിയിരിക്കുന്ന പ്രിയതമയാണ് ഭാര്യ എന്നുള്ള പാട്ടുണ്ടല്ലോ. അത് ഒരിക്കലും കേരളത്തിന് മറക്കാനൊക്കാത്ത പാട്ട്. പാടാൻ സൗഭാഗ്യം കിട്ടിയത് മമ്മൂട്ടിക്കാണ്. അങ്ങനെ എത്ര പാട്ടുകൾ, എത്ര സീനുകൾ. ഞാനിടയ്ക്ക് എൻ്റെ വീട്ടിൽ പറയും, ഏതോ ഒരു പടത്തിൽ മമ്മൂട്ടിയുടെ ഭാര്യ ശോഭനയാണെന്ന് തോന്നുന്നു.
ശോഭന ഗർഭിണിയാണ്. ആ സമയത്ത് മമ്മൂട്ടി ഉച്ചയ്ക്ക് വന്ന് കയറുമ്പോൾ, അന്ന് നല്ല ടൈം കോട്ടും ഒക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള വേഷം ചെയ്ത് പോയ ആൾ ഉച്ചയ്ക്ക് വീട്ടിൽ വരുമ്പോൾ, ലഞ്ച് പ്രതീക്ഷിച്ച് വരുമ്പോൾ അങ്ങനെ ആ സിറ്റുവേഷൻ തോന്നുന്നു. ഞാൻ ശരിയാവാം, ചിലപ്പോൾ തെറ്റായിട്ട് എൻ്റെ ഓർമ്മ പറഞ്ഞു തരുന്നത് തെറ്റാവാം, അങ്ങനെയെങ്കിൽ ക്ഷമിക്കണം. അരച്ചുകൊണ്ട് എന്തോ അരകല്ലിൽ നിന്ന് അരച്ചുകൊണ്ടിരിക്കുന്ന ഗർഭിണിയായ ഭാര്യയെ മമ്മൂട്ടിയുടെ ഒരു ശൈലിയുണ്ട്, നീ അങ്ങോട്ട് മാറി നിൽക്കുക, അവിടെയും സ്നേഹവും അനുരാഗവും ഒക്കെ കാണിക്കുന്നത് പുള്ളിയുടെ ഒരു ശൈലിയാണ്. അതിനകത്തൊരല്പം സിംഹത്തിൻ്റെ സ്വഭാവമുണ്ട്. ആ സിംഹ സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രൗഢി വിടത്തില്ല, നീ അങ്ങോട്ട് മാറി നിൽക്കുക, എന്നിട്ട് അരച്ചു കൊടുക്കുന്നതാണ്. ഈ സീൻ ഇങ്ങനെ സ്വന്തം ഭാര്യയെ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു പുരുഷൻ, ഭർത്താവ് വന്ന് ഇത് അരച്ചു കൊടുത്ത് സഹായിക്കുന്നത് കണ്ടാൽ ഏത് സ്ത്രീകൾക്കാണ് ഇഷ്ടപ്പെടാത്തതെന്ന് ഓർത്താട്ടെ. അങ്ങനെ ഒരിക്കലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള അത്ഭുത മുഹൂർത്തങ്ങൾ ഒട്ടനവധി എൻ്റെ ഈ സഹോദരന് കിട്ടിയിട്ടുണ്ട്. ഹൃദയത്തിലായി മമ്മൂട്ടി, പ്രത്യേകിച്ച് മാരീഡായിട്ടുള്ള സ്ത്രീജനങ്ങളുടെ, അതായത് കുടുംബനാഥൻ എന്നുള്ളതിൻ്റെ ഐഡിയൽ ആപ്റ്റ് പര്യായം മമ്മൂട്ടിയായിട്ട് കേരളത്തിൽ മാറുകയാണ്. അതെനിക്ക് പറയുമ്പോൾ സന്തോഷമാണ്. ഞാൻ അന്ന് വില്ലൻ വേഷം ചെയ്ത് നിൽക്കുന്ന കാലമാണ്. അതായത് എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അത് കാണുന്നത് ഇഷ്ടമല്ല. അവസാനം എന്തായാലും ശരി, നന്മയുടെ പ്രതീകമായിട്ട് മമ്മൂട്ടി മാറുമ്പോൾ തിന്മയുടെ പ്രതീകമായിട്ട് അതേമാതിരിയുള്ള ശക്തിയുള്ളൊരു നടൻ അഭിനയിച്ചാലേ ഞാൻ ചെയ്തതുകൊണ്ട് മഹത്വം പറയുകയല്ല. ഏത് പടം ഹിറ്റാവണമെങ്കിൽ പോലും ഷോളെ ഹിറ്റായത് ഒരു അംജദ് ഖാനോട് ഉണ്ടായതുകൊണ്ടാണ്. ആ അംജദ് ഖാനെ മാറ്റിയിട്ട്, അരെ ഓം സാമ്പ എന്നുള്ള വിളി മാറ്റിയിട്ട് ആ പടം ഒന്ന് കണ്ടാട്ടെ, അതിനകത്ത് എന്തോ കുറവ് തോന്നും എന്ന് പറഞ്ഞ മാതിരിയാണ് മമ്മൂട്ടി. ഞങ്ങളുടെ തുടക്കകാലത്ത് ഞാനും മമ്മൂട്ടിയും കൂടെ അഭിനയിച്ച 100-ൽ 99 പടങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിസ്റ്ററി ഓഫ് മലയാളം സിനിമയാണ്. അത് തുടക്കം മുതൽ ആവനാഴി മുതൽ സാമ്രാജ്യം തുടങ്ങി വടക്കൻ വീരഗാഥ മുതൽ എത്രയെത്ര പടങ്ങൾ, CBI ഡയറിക്കുറിപ്പ് എന്നുള്ളത് വ്യത്യസ്തമായ ഒരു പടം, കുറ്റാന്വേഷണമാണെങ്കിൽ പോലും 2-3 സീനിലേ ഞാൻ വരുന്നുള്ളൂ. ആ 3 സീൻ ജനങ്ങളുടെ ഹൃദയം കൈയടക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മിടുക്ക്, മമ്മൂട്ടിയുടെയോ ക്യാപ്റ്റൻ രാജുൻ്റെയോ വ്യക്തിപരമായ വലിയ മിടുക്കെന്ന് ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല, ജനങ്ങൾക്ക് പറയാമെങ്കിൽ പോലും എൻ്റെ കാഴ്ചപ്പാടിൽ പടച്ചോൻ്റെ ഒരു അനുഗ്രഹമായത്. അവിടെ പറയുമ്പോഴാണ് പണ്ട് കുന്തിദേവി ഭാരതീയ സ്ത്രീകളോട് പറഞ്ഞു, മക്കളെ, സ്ത്രീജനങ്ങളെ, കഴിയുമെങ്കിൽ ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, ബുദ്ധിയുള്ള മിടുമിടുക്കന്മാർക്ക് ജന്മം കൊടുക്കൂ, മിടുമിടുക്കരായ മക്കൾക്ക് ജന്മം കൊടുക്കൂ എന്ന് കുന്തിദേവി പറഞ്ഞ പ്രകാരം ഈ ചെമ്പിൽ ആ ഒതുങ്ങി ജീവിച്ച ഉമ്മ, ആ ഉമ്മ ഇത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്ക് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടെങ്കിൽ പോലും ഒരേ ഒരു ജന്മം, ഒരേ ഒരു ഫാക്ടറിയിൽ, ഒരേ ഗർഭാശയത്തിൽ നിന്ന് വന്ന മക്കളാണെങ്കിലും വ്യത്യാസങ്ങൾ എല്ലാവർക്കുമുണ്ട്. ഞങ്ങൾ 7 പേര് 7 വ്യത്യസ്ത ശൈലിയിലാണ്. അതിൽ തിളങ്ങി നിൽക്കാൻ സൗഭാഗ്യം കിട്ടിയത് നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂസിനാണ്. ആ ജന്മം സഹോദരങ്ങൾക്ക് ഇത് കൂടുതൽ സന്തോഷിക്കാൻ ഈ ജന്മത്തിൽ വേറെ വല്ലതും വേണോ? സക്രിയായിക്കായിക്കോട്ടെ, ഇബ്രാഹിം കുട്ടിക്കായിക്കോട്ടെ, പെങ്ങന്മാർക്കായിക്കോട്ടെ, അവരുടെ മക്കൾക്കായിക്കോട്ടെ, ഇനി ഒരു 3 തലമുറ വരെ ഈ മക്കളുടെ വിവാഹം വരുന്ന സമയത്തും ഈ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? നമ്മളുടെ മമ്മൂട്ടിയുടെ ഇന്നാരെന്ന് മാത്രം പറഞ്ഞാൽ പോലെ ആ വിവാഹത്തിന് കൂടുതലായിട്ട് പോലും അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഓമന മുത്ത്, ഈ ഓമന പുത്രൻ ആ കുടുംബത്തിന് 4-5 തലമുറ വരെയുള്ള സൗഭാഗ്യം കൊടുക്കുകയാണെന്നുള്ളത് വെറുതെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും ശരി, ഞാനൊരു കാര്യം വീണ്ടും ഓർപ്പിക്കുന്നു. ഈ മുത്ത്, ആ മുത്തിന് പ്രായമായി 10-24 വയസ്സ് ആയ ആവാമല്ലോ വേറൊരു മുത്തിനെ കൂട്ടിച്ചേർത്തു. ആ മുത്തും അനുഗ്രഹ കുടുംബത്തിൽ ജന്മമെടുത്ത ഞങ്ങളുടെ സുൽഫിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കണ്ട് പരിചയപ്പെട്ട തടാകത്തിൻ്റെ സെറ്റിൽ കാശ്മീരിൽ കൈക്കുഞ്ഞുമായിട്ട് വന്ന ആ സഹോദരി അന്നും രാജുവേട്ട എന്ന് വിളിക്കുന്ന അതേ ഫ്രീക്വൻസിയിൽ ഈ കോടീശ്വരിയായിട്ടും ഈ വലിയൊരു നടൻ്റെ ഭാര്യയായിട്ട് പോലും ഇന്നും കാണുമ്പോൾ രാജുവേട്ട എങ്ങനെയുണ്ട്, സുഖമാണോ, അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഈ സമയത്ത് അത് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ മഹത്വമുള്ള 2 കുഞ്ഞുങ്ങളെയാണ് തമ്പുരാൻ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം എൻ്റെ ഒരു അനുഭവം പറയട്ടെ. കൂടുതൽ സിനിമകളെക്കുറിച്ച് പറയുന്നതിലുപരി ഒരു റംസാൻ നൊയമ്പ് കാലത്ത് ഞാൻ റംസാൻ വിഷ് ചെയ്യാൻ തമിഴ് പടത്തിന് മദ്രാസിൽ നിൽക്കുക. ചെന്നൈ വെച്ച് ഞാൻ മമ്മൂട്ടിയുടെ നമ്പറിൽ വിളിച്ചപ്പോൾ ലാൻഡ് ഫോണിൽ വിളിക്കുന്നു. എടുത്തത് മോളാണ് എടുത്തത്. ഇന്ന് അവൾ 2 കുഞ്ഞുങ്ങളുടെ ഉമ്മയായി മാറിയിരിക്കുന്നു. അവളുടെ കല്യാണം ഞാൻ പോയി അറ്റൻഡ് ചെയ്ത് ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു വിവാഹം. കൊച്ചി കണ്ടതിലെ ഏറ്റവും വലിയ വിവാഹ ചടങ്ങുകളിലൊന്ന് ഈ കുഞ്ഞിൻ്റേതായിരുന്നു. മകളാണ് ഈ ഫോൺ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, മോളെ ക്യാപ്റ്റൻ രാജു അങ്ങനെ മമ്മൂട്ടിയുണ്ടോ? അവൾക്കെല്ലാം ഞാൻ വിഷ് ചെയ്തു, മോളെ റംസാൻ ആശംസകൾ രാജുവങ്ങൾ നേരുന്നു,
ഇപ്പോൾ പറഞ്ഞു രാജ്യങ്ങളിലും എല്ലാ നന്മയും ഉണ്ടാവട്ടെ, മുബാരക്ക് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, മോളെ മമ്മൂട്ടിയും സുൽഫിയും ഉണ്ടോ? ഇല്ല രാജീവങ്ങളെ, അവർ കേരളത്തിലേക്ക് പോയിരിക്കുകയാണ്. ഓ ശരി മോനെ, വരുമ്പോൾ പറഞ്ഞാൽ മതി. ഉടനെ ആ മോള് പറഞ്ഞത്, രാജീവങ്ങൾ ഇപ്പോൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു, മോളെ രാജീവങ്ങൾ ഒരു തമിഴ് പടത്തിൻ്റെ അതിന് വന്നിരിക്കുകയാണ്, ഇപ്പോൾ ഹോട്ടലിലാണ്, ഇപ്പോൾ സമയം 11 ആയിട്ടുള്ളൂ. രാജീവങ്ങൾ വരാതെ ഞാനും എൻ്റെ ബ്രദറും ഊണ് കഴിക്കുകയില്ല. എങ്ങനെയുണ്ട്? മമ്മൂട്ടി പറഞ്ഞു കൊടുത്തതല്ലല്ലോ, സുൽഫി പറഞ്ഞു കൊടുത്തതല്ലല്ലോ. ഇത് ഈ ചെമ്പെന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് കിട്ടിയ സംസ്കാരം മമ്മൂട്ടി എന്ന് വലിയ നടനിൽ കൂടെ കടന്നു കൊടുത്ത് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുത്തതാണ് രക്തത്തിലേക്ക്. തലമുറ ഈ രാജ്യങ്ങളിനെ വിളിച്ചിട്ടേ അവിടെ റംസാൻ ആഘോഷിക്കേണ്ട കാര്യമുള്ളൂ. നിർബന്ധിച്ച് വിളിക്കുന്നു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെയും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെറിയൊരു കേക്കോ എന്തോ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുന്നു. ആ കുഞ്ഞുങ്ങൾ എന്നെയും ആ സുഹൃത്തിനെയും സ്വീകരിച്ച് ഉഗ്രൻ ബിരിയാണിയും നെയ്ച്ചോറും നല്ല ചിക്കൻ പൊരിച്ചതുമെല്ലാം കൂടെ അത് നമ്മളെ തന്ന് തൃപ്തരാക്കിയതിൻ്റെ ആ ശൈലി ഞാൻ ജീവിതത്തിൽ മറക്കത്തില്ല. എത്ര മമ്മൂട്ടി സുൽഫി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ അളവിൽ ഞങ്ങളെ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. കുറവുണ്ടെന്നല്ല, അതിൻ്റെ സുഖം എൻ്റെ മനസ്സിൽ തലമുറ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു കാഴ്ചപ്പാട്ടിൽ ചിന്ത വന്നത്. ആ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും ശരി, അന്നദാനത്തിന് മുട്ടിപ്പോരുകയില്ല. അച്ഛൻ വാപ്പായും ഉമ്മായും ഇല്ലാത്ത സമയത്ത് ഞങ്ങളെ വിളിച്ച് മമ്മൂട്ടിയുടെയോ സുൽഫിയുടെയോ ഒന്നും പെർമിഷനോ ഒന്നും ചോദിച്ചിട്ടില്ല. രാജീവങ്ങളുടെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് അന്നത്തെ റംസാൻ ഊണ്, ഉച്ചയ്ക്ക് ബിരിയാണി നെയ്ച്ചോറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വയറ് നിറയാന്ന് അറിഞ്ഞ് ഞാൻ മട്ടൻ ബിരിയാണിയും കഴിച്ചു. നെയ്ച്ചോറും എനിക്ക് വലിയ ഹരമാണ്. അതും ആ വറുത്ത കോഴിയുടെ ഒരു പീസും ആ നെയ്ച്ചോറും കൂടെ കഴിക്കുമ്പോഴുള്ള സുഖം, അതെങ്ങനെ നമ്മൾ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയാലും ആ ബിരിയാണിക്ക് ആ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഇവിടെ ഞങ്ങളുടെ ഭാര്യമാർ ചിലപ്പോൾ നല്ല മീൻകറി ഉണ്ടാക്കിയെന്നിരിക്കാം, അത് വേറെ. അപ്പോൾ ഓരോ നമ്മുടെ വിശുദ്ധമായ കുടുംബങ്ങളിൽ ഓരോ ശൈലിയിൽ തമ്പുരാൻ ഓരോ പടച്ചോൻ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ശരി, ഇതിൻ്റെയൊക്കെ കാരണം ആ ചെമ്പിൽ നിന്ന് കിട്ടിയ സംസ്കാരം, അതിൻ്റെ അംശം സൂക്ഷ്മമായിട്ടും മമ്മൂട്ടിയുടെ രക്തത്തിലുണ്ട്. അദ്ദേഹം പഠിച്ച സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു കൊടുത്ത നന്മ, അദ്ദേഹം ആദ്യമായി പള്ളികളിൽ പോയി ഈ പ്രാർത്ഥന നിസ്കാരവും പറഞ്ഞു കൊടുത്ത അന്നത്തെ നമ്മളുടെ ചെറിയ മൗലവിയും വലിയ മൗലവിമാരുടെയൊക്കെ നന്മയുടെ അംശമാണ് ഈ മകനെ ഈ ലെവലിലേക്ക് വളർത്തിയെടുത്ത് ലോകത്തിലെങ്ങും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മമ്മൂട്ടി എന്ന പേര് കേട്ടാൽ സൂക്ഷ്മമായിട്ടും നമ്മുടെ ഒരു പുളകം നമുക്ക് കൊള്ളും. സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ അഭിമാനികളാണ്. മലയാളികൾ എവിടെ പോയാലും നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും തമ്പുരാനെ കൊടുക്കണേ, പടച്ചോനെ കൊടുക്കണേ. ബാക്കി കൊച്ചു കൊച്ചു കലാകാരന്മാരെയൊക്കെ നീ ഇപ്പം തന്നെ എത്ര പേര് പോയി. അടുത്തൊരു നമുക്ക് വലിയ തീരാനഷ്ടം. ലോഹിതദാസ് പോയി, രാജൻ ബി ദേവ് പോയി, മുരളി പോയി. ഇനിയും കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് വളരെ കുറച്ച് പേരാണ് മലയാള സിനിമയിലുള്ളത്. ദൈവമേ അവർക്കെല്ലാം ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. പ്രത്യേകിച്ചും നമ്മളുടെ അനുഗ്രഹമായ ഈ ചെമ്പിൻ്റെ മുത്തായ മലയാളത്തിൻ്റെ സ്വത്തായ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന് നീ എത്രമാത്രം പറഞ്ഞാലും ഇവിടെ നിന്ന് വരുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നു, ആയുസ്സും ആരോഗ്യവും നീ കൊടുക്കണമേ. ഒട്ടനവധി വർഷങ്ങൾ ഇതേ മമ്മൂട്ടിയായിട്ട് ഇതേ 35 വയസ്സിൻ്റെ ആ രൂപഭംഗിയോടുകൂടി നീ കൈപിടിച്ച് നടത്തി, നിൻ്റെ നടത്തിപ്പ് നടക്കുന്നത് വരെ അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം സൂക്ഷ്മമായിട്ടും മലയാളത്തിൻ്റെ സ്വത്താണ്. ഇനി ലോകമുള്ളിടത്തോളം കാലം, മലയാളം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ പേര് സ്വർണ്ണ ലിപികളിൽ കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു. തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ എളിയ സഹോദരൻ്റെ സല്യൂട്ട്.